വെൽക്കം ടു ഡ്രീം ഷോ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. HSST കോമേഴ്സിൻ്റെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോകളിലായിട്ട് നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഒരു 40 ക്വസ്റ്റ്യൻസോളം ഡിസ്കസ് ചെയ്തു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ കൂടി നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമുക്ക് മറ്റൊരു സബ്ജക്റ്റിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു 20 എബോവ് ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള നിങ്ങളുടെ സിലബസിൽ നിന്നും ഉണ്ടാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണുക. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ഒരാളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വരുന്ന ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ആരും കമൻറ്റ് ചെയ്യുന്നില്ല നമ്മുടെ വീഡിയോ കണ്ടിട്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു കമൻറ്റെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ വൈകുന്നില്ല, ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. First question, mathematical representation of financial situation is called financial modeling. Components of financial modeling are input, calculations, output. ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഫിനാൻഷ്യൽ മോഡലിംഗ് എന്നുള്ള ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ബിൽഡിംഗ് ഫിനാൻഷ്യൽ മോഡൽ? ഡിഫൈൻ ദ ഒബ്ജക്റ്റീവ്സ്. Dash model in financial modeling integrates income statement, balance sheet and cash flow statement into a single model. 3-statement model. Which model calculate the present value of future cash flow using a discount rate? Discounted cash flow model. Which model analyzes the financial implication of a merger and acquisition? Merger and acquisition model. Which model projects future revenues, expenses and financial performance for budgeting purposes? Budget model. Which model combines financials of multiple business units or subsidiaries into a single model? Consolidation model. ദെൻ തിയറീസ് ഓഫ് മോഡേൺ ഫിനാൻസ്, ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. EMH ഡെവലപ്ഡ് ബൈ യൂജീൻ ഫാമ. EMH തിയറി സജസ്റ്റ് ദാറ്റ് സ്റ്റോക്ക് പ്രൈസസ് ഓൾവേസ് റിഫ്ലക്റ്റ് ഓൾ അവൈലബിൾ ഇൻഫോർമേഷൻ. മോഡേൺ പോർട്ട്ഫോളിയോ തിയറി ഡെവലപ്ഡ് ബൈ ഹാർവി മാർക്കോവിറ്റ്സ്. The theory closely related to EMH theory is modern portfolio theory. Portfolio theory based on weighted average of the possible returns of assets in the portfolio. CAPM നിങ്ങൾക്കറിയാം, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡലാണ്. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ വില്യം ഷാർപ്പ്, ജോൺ ലിൻഡർ ആൻഡ് ജാക്ക് ട്രെയ്നർ, 3 പേര് ചേർന്നാണ്. Next, core idea of CAPM model. The expected return on security is directly related to systematic risk. It is measured by beta. Arbitrage pricing theory is developed by Stephen Ross. Arbitrage theory based on macroeconomic factors or theoretical market indices. Next questions, behavioral finance എന്ന ഭാഗത്തു നിന്നുള്ളതാണ്. Study of the influence of psychology on the behavior of investors is called behavioral finance. Traditional behavioral finance states that market and investors are rational. Investors have perfect self-control. They are not confused by cognitive error. Truly, they care about practical characteristics. But behavioral finance trait are investors are treated as normal, not rational. They actually have limit of self-control. Influenced by their own bias, investors make cognitive errors. അപ്പോൾ ട്രഡീഷണൽ ബിഹേവിയറൽ ഫിനാൻസും തമ്മിലുള്ളൊരു ഡിഫറൻസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻസിൽ നിന്ന് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അൺസെക്യൂർഡ് പ്രോമിസറി നോട്ട് ഇഷ്യൂഡ് ബൈ കോർപ്പറേഷൻസ്, കമേഴ്ഷ്യൽ പേപ്പർ. റിസ്ക് ഓഫ് കമേഴ്ഷ്യൽ പേപ്പർ, ഹയർ റിസ്ക് കമ്പയർഡ് ടു ട്രഷറി ബിൽസ് ആൻഡ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ക്രിയേറ്റഡ് ബൈ എ നോൺ ഫിനാൻഷ്യൽ ഫേം ആൻഡ് ഗ്യാരൻറ്റീഡ് ബൈ bankers' acceptance. Short-term loans where one party sells securities to another with an agreement to repurchase them at a predetermined price on a specified date. Repurchase agreement. Short-term fund transferred between financial institutions or federal funds. Short-term debt securities issued by municipalities, municipal notes. Investment funds that invest in a diversified portfolio of short-term money market instrument, money market mutual fund. Which money market instrument is typically used by corporations to finance short-term liabilities such as payroll and accounts payable? Commercial paper. Primary purpose of repurchase agreements are to provide short-term funding to institutions holding government securities. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്